എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത് നമുക്കൊരു പാവയ്ക്ക തീയൽ ഒന്ന് വയ്ക്കാവേ. ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം ഉണ്ട്, 2-3 ചെറിയ ഉള്ളിയുണ്ട്, പിന്നെ കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. അതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ കൂട്ടൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ നീട്ടത്തിലായി ചെയ്യാവേ, ചെറിയ ഇതായിട്ട്. തീയലല്ലേ, തീയലിനപ്പോൾ ഇങ്ങനെ അരിയണമായിരിക്കും നല്ലത്. കനം കുറച്ച്, ഒത്തിരി കനയില്ലാതെ. ഞാനിപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞ് ശകലം വെള്ളവും കൂടി ചേർത്ത് ഞാനിത് വേകാനായിട്ട് വയ്ക്കുവാണ് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേകട്ടെ. പെട്ടെന്ന് വെന്തോളും, അധികം ഇത് വേണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കാം. ഞാൻ അടച്ച് വയ്ക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ഒതുക്കി ചിരണ്ടി വെച്ചിരിക്കുന്നത് ഒന്ന് വറുത്തെടുക്കണം എണ്ണയിലിട്ട്, ഒരു ശകലം കുറച്ച്. അത് ഈ തേങ്ങ ഇതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കണേ. അതിന് ശേഷം പിന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങോട്ട് അരച്ചാൽ മതിയാവും. അതിൻ്റെ കൂട്ട് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയിലിട്ട് നന്നായിട്ട് വരട്ടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, മല്ലിപ്പൊടി മുളക് പൊടി കുറേശ്ശെ മതിയാവും, ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഞാൻ ശർക്കരം ഒരു മഞ്ഞപ്പൊടിയും കൂടി ഇടുവാണ് കേട്ടോ. ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുകയാണ്. ഈ കൂട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ എന്തെങ്കിലും അരയ്ക്കാം. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനോട്ട് ഞാനിങ്ങനെ അരപ്പ് കൂട്ട് ചേർക്കുവാണ്. കൂട്ട് ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒരു ശകലം തിളയ്ക്കണേ. തിളച്ചിട്ട് പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ചാൽ മതി. ഓക്കെ, തീയൽ റെഡിയാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു. ചെറുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർക്കാം. അടിപൊളി തീയൽ റെഡിയായി കേട്ടോ. ഇങ്ങനെയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു. നമ്മുടെ പാവയ്ക്ക തീയൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പാവയ്ക്ക തീയൽ.